ഞാൻ തേച്ച് കുളിച്ചോളാം അമ്മേ. നിന്റെ കുളി കേമാ. അങ്ങനെ ഇപ്പൊ കാക്കക്കുളി കുളിക്കണ്ട. ആരെങ്കിലും കണ്ട എന്താ വിചാരിച്ചോട്ടെ. കൊച്ചു കുട്ടികളെ കുളിപ്പിക്കണ പോലെ ഇങ്ങനെ. എന്റെ കണ്ണടയുന്നവരെ നീ ഇങ്ങനെയൊക്കെ കുളിച്ചാ മതി. ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞാ കൊച്ചായിട്ട് നിന്ന് കാവിലേക്ക് പോണണ്ടോ? ഹാവു എന്റെ അമ്മേ, ഇനി അങ്ങോട്ട് പോവാത്തൊരു കുഴപ്പമുള്ളൂ. ഇന്നലെ തന്നെ ചവിട്ട് കൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യാ. ആളുകൾ കണ്ണും തലയും കാണാതെ നെട്ടോട്ടം വട്ടോട്ടം ഓടാ. എന്തായിരുന്നു ഒരു ബഹളം. കച്ചവടക്കാരുടെ ഒരുപാട് സാധനങ്ങൾ കളവ് പോയിന്ന് കേട്ടല്ലോ. പിന്നെ പോവാതിരിക്കോ? ആരാണ്ട് കള്ളന്മാര് മനഃപൂർവ്വം കറണ്ട് കളഞ്ഞാന്നാ പറയണേ. നമുക്ക് പിന്നെ ജനിച്ചപ്പോ മുതൽ കറണ്ട് കട്ടായതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഈ കൊച്ചാട്ടൻ ഇത് എന്തൊക്കെയാ പറയണേ? എന്താടി ഞാൻ പറഞ്ഞ സത്യല്ലേ? എന്റെ കണ്ണിന്റെ ഫീസ് അവിടെ തന്നെ ഊരിട്ടല്ലേ തമ്പുരാൻ അങ്ങോട്ട് വിട്ടത്. ഇല്ലമ്മേ, നീ ഒന്നും മിണ്ടാതിരുന്നേ. വായെടുത്ത ചങ്കി കുത്തണ വർത്താനേ പറയൂ. അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. മതി തമാശ പറഞ്ഞത്, എനിക്ക് കേക്കണ്ട. പിണങ്ങിയോ? ഇങ്ങനൊരു കഴുതക്കുട്ടി. തണുക്കണമ്മേ. തണുക്കട്ടെ. ഇവിടെ വെച്ചിരുന്ന ചീർപ്പിന്റെ കൊച്ചട്ടൻ ഞാനാ എടുത്തേ. എന്തെങ്കിലും എടുത്തോട് തന്നെ തിരിച്ചു വെക്കണം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി. അളവും കുറിയും തെറ്റി സാധനങ്ങൾ വെച്ചാൽ എന്റെ കാര്യം മുടങ്ങുന്നു നിനക്ക് അറിഞ്ഞൂടെ? അതിനെ സോറി പറഞ്ഞില്ലേ? ഓ, ഒരു മാതാമ വന്നേക്കണ്. എത്ര വേഗ തുണികൾ കീറണേ. ദൈവമേ, ആകുള്ളൊരു നല്ല ഷർട്ടാ. അതും കീറിയോ? ഷർട്ടല്ല, എന്റെ ബ്ലൗസാ. കഴിഞ്ഞ അവിടുത്തെ കാവിലെ മുടിയാട്ടത്തിന് വാങ്ങിയതാ. എത്രന്ന് വെച്ചാ തുന്നണേ? ഒരെണ്ണത്തിനുള്ള തുണി വാങ്ങിയാ മതിയായിരുന്നു. നോക്കട്ടെ. വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരുവോ? കറുത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിൽ പുള്ളിയുള്ളതാണേലും മതി. വള്ളിയും പുള്ളിയൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? അറിയാത്ത ആള് വിരലുണ്ടോ തൊട്ടാ 17-14 ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയൂലോ. അപ്പൊ ഒരു പുള്ളി അറിയാത്തത്. എങ്ങനെയുണ്ടടി? അടിപൊളിയായിട്ടില്ലേ? പിന്നെ കണ്ണാടി എടുക്കണോ? നോക്കട്ടെ. എടുക്ക്. കൊള്ളാമോ? സുന്ദരനായിട്ടുണ്ട്. കൊച്ചാട്ടന്റെ മനസ്സിൽ ഞങ്ങളുടെയൊക്കെ രൂപം എങ്ങനെയാ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ മനസ്സിൽ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളാ. എന്തൊന്നാടി കാണിക്കണേ? തോർത്തോണ്ട് അയ്യ വിരിക്കടി. വേഷം കെട്ടി കാണിക്കാതെ. മക്കളെ ചായ. മധുരില്ലല്ലോ അമ്മേ. ഒക്കെ തീർന്നു. കഴിഞ്ഞ ആഴ്ച റേഷൻ പഞ്ചാര വാങ്ങിയില്ലല്ലോ. പഞ്ചാര മാത്രല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒക്കെ തീർന്നിരിക്കുക. വാങ്ങാം. ദേവി അനുഗ്രഹിച്ച ഒക്കെ കൊണ്ടുവരാം. നീ കുറെ കൊണ്ടുവരും. എന്റെ എണ്ണയും കുഴമ്പും തീർന്നിട്ട് ദിവസം 4 ആയി. ഒരു കീർ പുകല വേണമെന്ന് പറഞ്ഞിട്ട് കേട്ട ഭാവമുണ്ടോ തണ്ടിക്ക്? അവൻ വൈകിട്ട് ഉണ്ടാക്കും പോലും. നട തളത്തി കളഞ്ഞില്ലേ? അല്ലെങ്കിൽ ഒരു കഴിവളവന്റെ ഓശാരത്തിന് നിൽക്കില്ല ഞാൻ. ഈ കണ്ണുപൊട്ടന്റെ തല എന്ന് കണ്ടോ അന്ന് തുടങ്ങിയതാ കണ്ടകശനി എനിക്ക്. നീ ഗുണം പിടിക്കില്ലടാ, ഗുണം പിടിക്കില്ല. ഒന്ന് നിർത്തണുണ്ടോ ഈ പ്രാക്ക്? അവൻ ജോലിക്ക് പോവാൻ ഇറങ്ങുക. എന്നാ പോയി താലപ്പൊലി എടുക്കടി. കളക്ടർ ഉദ്യോഗത്തിനല്ലേ പോണത്? രണ്ടി നിങ്ങളോടല്ലേ പറഞ്ഞു നിർത്താൻ? പറഞ്ഞോട്ടമ്മേ, എന്താ എത്ര നേരായിട്ട് മിണ്ടാത്തേന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ സമാധാനായി. മോളെ വാസന്തി, കൊച്ചേട്ട ഇറങ്ങട്ടോ. എന്റെ വൈമേരിക്കാവിലമ്മേ, കാത്തോളണേ.
റാണിയമ്മന്ന് നേരത്തെ തുടങ്ങിയോ? ആര്? രാമോ? ഇന്ന് തുണികൾ കുറച്ച് കൂടുതലാ. ബംഗ്ലാവിലെ മുതലാളി വരുന്നുണ്ടത്രേ. തോമസ് സാറ് വരണുണ്ടെന്നോ? എന്നാ? എന്താണെന്ന് അറിഞ്ഞൂടാ. കൊറേ ഷീറ്റും പൊഴപ്പും ഒക്കെ കൊണ്ട് തന്നു നമ്മുടെ രാഘവൻ മേശ്ശേരി. സാറ് വരുമ്പോ പറയണട്ടോ. എനിക്ക് 2 കുപ്പായം ചോദിക്കാനാ. അതിനെന്താ, വരുമ്പോ പറയാം. ഓ എത്തിയോ? എന്താ വൈകിയേ? അമ്പലത്തിൽ പോയല്ലേ? എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചേ? എനിക്ക് കണ്ണു കിട്ടുന്ന കാര്യോ അതോ നമ്മുടെ കല്യാണക്കാരിയോ? ആഹാ, രണ്ടും പറഞ്ഞോ? നിനക്ക് മിണ്ടാട്ടം കിട്ടാൻ പ്രാർത്ഥിച്ചില്ലേ? എന്തേ? ഒരു കണക്കിന് പ്രാർത്ഥിക്കാഞ്ഞ് നന്നായി. മിണ്ടാട്ടം കിട്ടിയ പിന്നെ നിന്നെ എനിക്ക് കിട്ടോ? പട്ടണത്തിൽ നിന്ന് നല്ല പത്രാസമുള്ള നായരിച്ചക്കൻ വന്ന് കെട്ടിയുണ്ടു. അയ്യോ, പതുക്കേട്ടോ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഇപ്പൊ നമ്മള് മെയ്ഡ് ഫോർ ഈച്ച് അതറാ. ഈനാമ്പച്ചിക്ക് കൂട്ടു മരപ്പെട്ടി. ഈശ്വരന് നന്നായിട്ട് മാച്ച് ആക്കാൻ അറിയാട്ടോ. അയ്യോ, ഞാൻ പിണങ്ങാൻ പറഞ്ഞതല്ല. എന്താടാ രാമു, ലക്ഷ്മിക്ക് എന്താ പറ്റിയേ? ആരാ? കുമാരേട്ടനാ? ആ, ഞാൻ ഒരു തമാശ പറഞ്ഞ എന്റെ കുമാരേട്ടാ. ഉടനെ അവൻ കെട്ടണമെന്നാ? പിന്നെ ആഹാ, അങ്ങനെ പറഞ്ഞോ? എന്താ ഇവള് പറയണേ? ഇവളെ വേറെ ആള് കെട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞോ നീയേ? ഓ, ഇവള് മിണ്ടാപ്രാണിയായതുകൊണ്ടല്ലേ കുമാരേട്ടാ എനിക്ക് തുണയായത്. ഇല്ലെങ്കിൽ എനിക്ക് ഇവളെ കിട്ടുമെന്ന് ചോദിച്ചതാ. എന്തിനാടാ ഇവളെ ദേഷ്യം പിടിപ്പിക്കുന്ന തമാശ ഒക്കെ പറയണേ? ഹേയ്, എനിക്ക് തമാശ പറയാനും ദേഷ്യം പിടിപ്പിക്കാനും വേറെ ആരും ഉള്ള കുമാരേട്ട ഈ ഭൂമിയില്? രാമു, ആ, അപ്പുട്ടന്മാരൊരു കാവലിക്കായിരിക്കല്ലേ? ഹാവു, നിനക്ക് കാഴ്ചയില്ലെന്ന് ആരാ പറഞ്ഞേ? കണ്ണുള്ളൊരു മുഴുവൻ അങ്ങനെ പറയണത്. അവരോട് പോവാൻ പറയടാ. നിനക്കുള്ളത്രയും കാഴ്ച ഇവിടെ ആർക്കുമില്ല. അറിയില്ലേ, പാട്ടുകാരൻ രാമു. ഇത് രാമുവിന്റെ പെണ്ണ്. വള്ളിക്കുന്ന് ഗ്രാമത്തിലെ രമണനും ചന്ദ്രികയും. രമണനും ചന്ദ്രികനും പറഞ്ഞ ശരി കണ്ടില്ലേ? പിന്നെ നീ എനിക്കൊരു പാട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വല്ലതും ആയോ? ഏതാണ്ടൊക്കെ ആയി. ചങ്കിനകത്ത് കുത്തി കുറിച്ച് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. എന്താ കേക്കണോ? അങ്ങോട്ട് തട്ടി വിടറാ. ആ, കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാ. എന്താ മാരൊരു അവതാളം? അതെന്റെ ഒരു ശിഷ്യനാ. താളതല്ല, ചെണ്ടിങ്ങിട്ട് തരാ. അങ്ങോട്ട് കൊടറാ കൊച്ചവാ. വാങ്ങിച്ചു തരാമോ?